അപ്പം ഞാൻ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും. അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താം എന്ന് CPM കരുതിയ തെറ്റാണ്. കാരണം ഞാൻ ചാവാൻ തയ്യാറായി തന്നെ ജീവിക്കുന്ന ആളാണ്. ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടിപ്പ്. കാരണം എനിക്കൊരു രാഷ്ട്രീയമുള്ളൂ, ദേശം അറിയത്തില്ല. ഈ സംഭവം ഉണ്ടായതിനു ശേഷം പറഞ്ഞു മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ മരിച്ചതുമായി ബന്ധപ്പെട്ട അയാൾക്കൊരു വൈരാഗ്യം ഉള്ളത് 2020. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോഴെനിക്ക് അത് ശരിയാണ്. അത് ഞാൻ മാത്രമല്ല, കേരളത്തിലെ എല്ലാ പത്രങ്ങളും ചെയ്തത്. അപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പം മനോരമയുടെ ലിങ്കാണ് എനിക്ക് കിട്ടിയത്. അപ്പം മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു. ഒരു ഡോക്ടറായിരുന്നു, 3-4 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഇയാളൊരു ഗുണ്ടയാണെന്ന് അറിയാതാണ് അവർ വിവാഹം കഴിച്ചിരുന്നത്. പക്ഷേ ഇയാൾ ഗുണ്ടയാണ് എന്ന് തിരിച്ചറിഞ്ഞോടുകൂടി എനിക്കൊന്ന് വിവാഹം കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞിട്ട് മരിച്ചു. ഇതെല്ലാവരും കൊടുത്തോളം ഞങ്ങളും കൊടുത്തു. പക്ഷേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. മക്കളെ നമ്മൾ ഞാൻ പലപ്പോഴും കാലിക വിഷയങ്ങൾ സാമൂഹിക പ്രസക്തിയിൽ പറയാറുണ്ട്. അപ്പോൾ ഞാൻ മക്കളിങ്ങനെ ഗുണ്ടകളുടെയും ലഹരിക്കാരുടെ കടയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ കൃത്യമായി എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ വീഡിയോ ചെയ്തു. ആ ഒരു വീഡിയോ കൊണ്ടാണ് ഇയാൾ ചെയ്തത് എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്ത വാർത്തയാണ് ഞാനും ചെയ്തത്. അതിനപ്പുറത്തേക്ക് അതിനകത്ത് വ്യാജ വാർത്തയൊന്നുമല്ല. അത് എല്ലാ പത്രങ്ങളിലുണ്ട്. മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യയുടെ മരണം, ഡോക്ടറായിരുന്നു, ആ നല്ല കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. പക്ഷേ ഇയാളിങ്ങനെ ഇയാൾക്ക് പിന്നെ CPM ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ. CPM നേതാക്കളുടെ ഫോട്ടോ മാത്രമല്ല, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന മാത്യൂസ് കൊല്ലപ്പള്ളി അയാളുടെ അമ്മാവിനോട് ഒരു കോൺട്രാക്ടറാണ്. അപ്പോൾ പോലീസ് അവരുടെ വീട്ടിലൊക്കെ പോയിരുന്നു. ഈ തിരുവനന്തപുരത്ത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ്റെ മണ്ഡലത്തിൽ ഒരു പ്രോജക്റ്റുണ്ട്, വലിയൊരു പ്രോജക്റ്റാണ്. അതിൻ്റെ സൂപ്പർവൈസറും അതിൻ്റെ നടത്തിപ്പുകാരൻ ഇവനാണ്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ, എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രന് വളരെ കൃത്യമായ പ്രൊട്ടക്ഷൻ വായ്പ കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ പ്രാദേശികമായി എനിക്ക് തോന്നുന്നു ഫൈസൽ എന്നോ മറ്റോ തോന്നുന്നു ഒരു CPMൻ്റെ ഇവിടുത്തെ ഒരു നേതാവ്. പക്ഷേ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. എന്നോട് പറഞ്ഞത് എനിക്ക് യാതൊരു ബന്ധമില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒരു സംരക്ഷണയിലാണ് ഇദ്ദേഹം വളർന്നു വന്നത് ഞാൻ മനസ്സിലാക്കി. പക്ഷേ എന്നെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു യാതൊരു ബന്ധവും എനിക്കില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിതിന് സമ്മതിക്കത്തില്ലായിരുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ബന്ധമുള്ളതാണ്. ഇപ്പോൾ ഒരു നീതിപൂർവ്വം ഒരു അന്വേഷണം അല്ലെങ്കിൽ നീതി കിട്ടുമെന്ന് ഇക്കാര്യത്തിൽ പ്രതീക്ഷയുണ്ടോ? എനിക്ക് ഇതുവരെ എന്നോടുള്ള സമീപനത്തിൽ അങ്ങനെ പ്രതീക്ഷയായിരുന്നു. പക്ഷെ അവർ ഇതൊരു പിടിച്ചിട്ടില്ല എന്ന് പറയുന്നത്. കാരണം എന്നെ അറ്റാക്ക് ചെയ്തതിന് ശേഷം ആനപ്പക എന്ന് പറഞ്ഞ് ഇയാൾ സ്റ്റാറ്റസ് വെച്ചു. അപ്പോൾ പോലീസിന് അത് കണ്ടെത്താൻ കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതേ പോലീസിനോട് ചോദിച്ചപ്പോൾ എന്നെ ഒരു മഹേഷ് എന്ന് പറയുന്ന പേരുള്ള ഒരു CI ആണ്. അദ്ദേഹം വളരെ രാത്രിയും പകലും ഉറക്കളിച്ച് പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ എൻ്റെ മുമ്പിൽ അവർ നന്നായി ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നോടൊരു നല്ല പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു, ആശുപത്രിയിൽ പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു, എപ്പോഴും പോലീസ് ഒന്ന് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ സത്യമാണോ അതോ എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഇനിയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേരുണ്ടോ? കാരണം ഇങ്ങനെ ആഹ്വാനം നൽകി കൊട്ടേഷൻ കൊടുത്ത് ഒരാളെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് 53 വയസ്സായി. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമായിട്ട് ചെയ്യണം. ആ സത്യസന്ധമാണ് ഇതുവരെ എൻ്റെ ഒരു കേസ്, ഇതുവരെ എനിക്ക് 127 കേസുണ്ടായിട്ട് എൻ്റെ കേസ് ശേഷിച്ചിട്ടില്ല. എൻ്റെ കേസിൽ പോലീസിന് കുറ്റപത്രം കൊടുക്കാൻ പ്രയാസമാണ്. ചില കേസിൽ സുപ്രീം കോടതി വരെ പോണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് മടിക്കുകയാണ്. അപ്പം ഞാൻ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും. അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താം എന്ന് CPM കരുതിയ തെറ്റാണ്. കാരണം ഞാൻ ചാവാൻ തയ്യാറായി തന്നെ ജീവിക്കുന്ന ആളാണ്. ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടിപ്പ്. കാരണം എനിക്കൊരു രാഷ്ട്രീയമുള്ളൂ, ദേശസ്നേഹം. എനിക്ക് പല രാഷ്ട്രീയമുണ്ടെന്ന് ആളുകൾ പറയാറുണ്ട്. എൻ്റെ ദേശസ്നേഹം, രാജ്യത്തോടുള്ള ഇഷ്ടം, അതാണ് എൻ്റെ രാഷ്ട്രീയം. ആ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ച് ഞാൻ മുമ്പോട്ട് പോകും. ഏതൊരു വൃത്തിയോട് കാണിച്ചാലും ഞാൻ വിളിച്ചു പറയും. ഒരു കാരണം ഞാൻ 53 വയസ്സിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഇനി കുറച്ചു കാലം കൂടി ചെയ്യും. ഒരാൾ എന്ത് വിചാരിച്ചാലും ഞാൻ അല്പം പോലും പുറകോട്ട് പോകത്തില്ല. മാത്യൂസ് കൊല്ലപ്പള്ളി എന്നല്ല, CPM പിണറായി വിജയൻ എന്നല്ല, വിജയൻ്റെ മകൾ വൃത്തിയോട് കാണിച്ചാൽ പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞിരിക്കുന്നു. ഒരു തരത്തിലും ഞാൻ അല്പമായിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യും. ഞാൻ ഇതിനു മുമ്പ് ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്തു. ഞാൻ വഴിയിലിറങ്ങി ചായ കുടിക്കാറുണ്ട്, കാപ്പ് കുടിക്കാറുണ്ട്, ആളുകൾ വർത്തമാനം പറഞ്ഞ പബ്ലിക് വരെ. ഇത് വളരെ സംഘടിതമായി ഇവരുടെ ഈ ബെൽറ്റിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതൊന്നും എന്നെ ഭയപ്പെടുത്തത്തില്ല. എന്നെ എപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന പരിപാടി ഇപ്പോൾ CPM ഞാൻ തമ്മിൽ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. CPMകാർക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ദേശാഭിമാനിയുടെ എഡിറ്ററായിരുന്നു. ഇപ്പോൾ മനോജ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജ് നേരിട്ടാണ് എനിക്ക് ഡോക്യുമെൻ്റ് തന്നുകൊണ്ടിരുന്നത്. എനിക്ക് വിഷമമില്ലായിരുന്നു. മനോജാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും ശേഖരിച്ചിരിക്കുന്ന തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെനിക്ക് വലിയ ഹീറോകളായിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ എന്നെ വാർത്തകൾ ഷെയർ ചെയ്തിരുന്നതും എന്നെ ആരാധിച്ചിരുന്നതും CPMകാരാണ്. അത് കഴിഞ്ഞ് കൊടിസുനിയുടെ വിഷയം വന്നപ്പോൾ ജയിലിലെ കൊടിസുനിയുടെ സാധനം ഞങ്ങൾ വലിയ കൊണ്ടുവന്ന നടപടിയാണ് എന്നോട് വിരോധം തോന്നുന്നത്. അത് മാറി മാറി വരും ഈ വിരോധം. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം 2 കാര്യങ്ങൾ അധിഷ്ഠിതം. ഒന്ന് നിയമപരമായി ചെയ്യും, എത്തിക്കലേ ചെയ്യും. പക്ഷെ ഒരുത്തനെയും ഭയപ്പെടത്തില്ല. ഇപ്പോൾ എങ്ങനെയാണോ ഞാൻ ഈ വൃത്തികെട്ടന്മാരെ വെല്ലുവിളിക്കുന്നത് അതിൻ്റെ 10 ഇരട്ടി ശക്തിയിൽ ഞാൻ വെല്ലുവിളിക്കും. ഞാൻ ഒറ്റയ്ക്ക് തന്നെ വഴിയേക്കൂടെ നടക്കും. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഈ വൃത്തികെട്ട്, കാരണം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഈ പാർട്ടിയും സർക്കാരുമാണ്. ഇവന്മാരുടെ ഭരണം 5 കൊല്ലം കൊണ്ട് ഞാൻ ഇന്നലെ എന്നെ വിളിച്ച ഒരുപാട് നേതാക്കൾ വിളിച്ചു.
പി ഡി സതീശനും രമേശ് ചെന്നിത്തലയും രാജീവ് ചന്ദ്രശേഖറും ജോർജ് കുര്യനും അടക്കം സകല നേതാക്കളും സകല എംപിമാരും വിളിച്ചു. ഞാൻ അവരോട് ഒറ്റക്കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾ എന്നെ പിന്തുണയ്ക്കൊന്നും വേണ്ട, നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ പ്രശ്നം തീർന്നിട്ട് ഈ വൃത്തികെട്ടവന്മാരെ ഇറക്കി വിടണം. ഈ നാട് നശിച്ച് ബംഗാളിലെ സ്ഥിതിയായിരിക്കുകയാണ്. ഈ നാട് നശിക്കാതിരിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരെ ഞാൻ എൻ്റെ പ്രതീക്ഷ, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് ഈ നാട്ടിൽ ഈ വൃത്തികെട്ടവന്മാരെ നാട്ടുകാർ ചുവന്ന കോണവും കാണും ഓടിച്ചിട്ട് അടിക്കുന്ന കാലം ഉണ്ടാവുന്നത് വരെ ജീവിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ചെയ്യുകയും ചെയ്യും. ഒരു തരത്തിലും തളരത്തില്ല, പിന്മാറത്തില്ല.